കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേകം വകുപ്പുകളെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഈ ആഴ്ചത്തെ വരെ ഞാനാണ്, ഏതായാലും കഴിഞ്ഞ ആഴ്ച വീണ ജോർജ് ആയിരുന്നു. ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ വ്യാപക പ്രചരണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നതെന്നും ഇത്തരം കുപ്രചരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ക്ഷേമപ്രവർത്തനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം എത്ര ലക്ഷം ആളുകൾക്കാണ് നമ്മൾ ക്ഷേമ പെൻഷൻ നൽകുന്നത്. ഇപ്പോൾ മെഡിസെപ്പ് ഇപ്പോൾ വീണ്ടും നമ്മൾ ആരംഭിച്ചു. പെൻഷനായിട്ടുള്ള സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവർക്ക് ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാകുന്നതിനുള്ള നടപടികൾ അങ്ങനെ പറഞ്ഞു വരികയാണ്. ധാരാളം കാര്യങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ വകുപ്പിനെയും ഓരോ ദിവസം തിരഞ്ഞെടുത്ത് ആക്രമിക്കുകയാണെന്നും ഈ ആഴ്ചയിൽ ഇര താനാണെന്നും മന്ത്രി പറഞ്ഞു. ഇതൊക്കെ തന്നെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ അവർ സ്ഥാനം നൽകുമ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടക്കും, സ്വാഭാവികമാണ്. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേകം വകുപ്പുകളെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഈ ആഴ്ചത്തെ വരെ ഞാനാണ്, ഏതായാലും കഴിഞ്ഞ ആഴ്ച വീണ ജോർജ് ആയിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച ശിവൻകുട്ടിയായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ മാറി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു അത്ഭുതം തോന്നില്ല. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ തോന്നിയിരിക്കണം. പക്ഷേ ഇതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണ വേലകൾ. പക്ഷേ ഇവിടെ ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ കുളം, ഇതിൻ്റെ ചുറ്റുപാടുള്ള വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഗ്രാമവാസികൾക്ക് വന്നിരിക്കും. ആലംകോട് പഞ്ചായത്തിലെ ചിയാന്നൂരിൽ ചിറക്കുളത്തിന് സമീപത്ത് നിർമ്മിച്ച ഹൈടെക് അങ്കനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപയും ആലംകോട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 3 ലക്ഷം രൂപയും അടക്കം 28 ലക്ഷം രൂപ മുടക്കിയാണ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഹൈടെക് അങ്കനവാടി നിർമ്മാണം പൂർത്തിയാക്കിയത്. വാർഡ് മെമ്പർ അബ്ദുൾ മജീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ അധ്യക്ഷത വഹിച്ചു. MLA പി നന്ദകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. പ്രദേശത്തെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CNTV ചങ്ങരംകുളം.